ലൈംഗികാരോപണങ്ങളിൽ ആടിയുലഞ്ഞ താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ മുഴുവൻ ഭരണസമിതിയും രാജിവെച്ചു. ഓൺലൈനായി ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. നേതൃത്വത്തിൽ താൻ ഇരുന്നപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചെന്ന് യോഗത്തിൽ വികാരാധീനനായി മോഹൻലാൽ പറഞ്ഞു. 2 മാസത്തിനു ശേഷം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും. ധാർമ്മിക ഉത്തരവാദിത്തം മുൻനിർത്തിയാണ് രാജിയെന്ന് നേതൃത്വം വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, വിഷ്ണു സുരേഷ്, അനുജ രാജേഷ് എന്നിവർ ചേരുന്നു. ആദ്യം അനുജ രാജേഷിലേക്ക്. അനുജ, അങ്ങനെ വിവാദങ്ങൾ ഇപ്പോൾ അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മയുടെ കൊച്ചിയിലെ ആസ്ഥാനത്തിന് മുന്നിലാണ്. സാധാരണ രീതിയിൽ ഇവിടെ ജീവനക്കാർ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഒരു അമ്മ ആസ്ഥാനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, റിപ്പോർട്ടിങ്ങിനായി നിൽക്കുന്നത്. ഷട്ടർ ഇട്ടിരിക്കുകയാണ് ഇവിടെ. ഈ യോഗം ഒരുപക്ഷെ ഇന്ന് നടക്കേണ്ടിയിരുന്നത് ഇവിടെ തന്നെയാണ്. അങ്ങനെ വലിയൊരു റിപ്പോർട്ടിങ്ങിനൊക്കെ സാധ്യതയുള്ള സമയത്ത് വിജനമായി കിടക്കുന്ന അമ്മ ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ഇതിൽ നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉണ്ടായ കോളിളക്കം, സിനിമാ മേഖലയിൽ റിപ്പോർട്ട് സൃഷ്ടിച്ച കോളിളക്കം അത് ചെറുതല്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ വനിതകൾ തങ്ങൾക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്നു. തൊട്ട് പിന്നാലെയാണ് നമ്മൾ കണ്ടത് ജനറൽ സെക്രട്ടറി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജി. അതിനു മുൻപ് തന്നെ അമ്മ പല ഘട്ടങ്ങളിലും വിമർശന വിധേയമായിട്ടുണ്ട്. നടിയെ ആക്രമിച്ച സമയത്തൊക്കെ ഏത് തരത്തിലേക്കാണ് ഈ സംഘടന വിമർശന വിധേയമായത് എന്ന് നമുക്കറിയാം. പിന്നീട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തും എന്തുകൊണ്ടാണ് ഇവരുടെ പ്രതികരണം വൈകുന്നത്, പ്രതികരണം വരാത്തത് എന്ന് ചോദ്യം ഉയർന്നു. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നീട് പ്രതികരണം വരികയാണ്. അതിന് മുൻപ് ജനറൽ സെക്രട്ടറിയുടെ ന്യായീകരണം, സിദ്ദിഖിന്റെ ന്യായീകരണം അന്ന് വന്നത് ഞങ്ങളുടെ ഒരു ഷോയുടെ തിരക്കിലാണ്, പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതായിരുന്നു. ഇത്ര പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിന്മേൽ ഇങ്ങനെയാണോ പ്രതികരണം വരേണ്ടത് എന്ന വിമർശനം അന്ന് ഉയർന്നതാണ്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് പൂർണ്ണമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുമ്പോഴും അന്ന് പറഞ്ഞ വാചകം ഈ റിപ്പോർട്ട് അമ്മയ്ക്കെതിരെയുള്ളതല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെയുള്ളത് അദ്ദേഹം തള്ളിക്കളയുന്നു. ഇനി സർക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഈ സംഘടന ജീവനക്കാർക്കൊപ്പം നിൽക്കും. അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഞങ്ങളുടെ ജീവനക്കാർക്ക് വേണ്ടിയാണ് എന്നൊക്കെയുള്ള വീരവാദങ്ങൾ മുഴക്കുന്ന സിദ്ദിഖിനെയാണ് നമ്മൾ അന്ന് കണ്ടത്. എന്നാൽ അതേ ദിവസം രാത്രി തന്നെ 24-ലൂടെ വന്ന വെളിപ്പെടുത്തൽ, അതൊരു നടിയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഏത് തരത്തിലേക്ക് ഹീനമായ ഉപദ്രവം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലാണ്. തൊട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കേൾക്കുന്നത് ആദ്യ വിക്കറ്റ് വീണു എന്നുള്ളതാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. പിന്നീട് നമ്മൾ അതിനു മുൻപ് തന്നെ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിവാദം, അത് അമ്മയുമായി കൂട്ടിച്ചേർത്ത് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അത് ഈ ചലച്ചിത്ര മേഖലയിൽ ആകെ ഉണ്ടാകുന്ന കോളിളക്കത്തിന്റെ ഭാഗമായി തന്നെ എടുത്തു പറയേണ്ടതാണ്. പിന്നീട് ബാബുരാജ് താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കുമെന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരികയും അദ്ദേഹം അതിൽ പ്രതികരണം നൽകുകയും ഒക്കെ ചെയ്തു. തൊട്ട് പിന്നാലെ അദ്ദേഹത്തിനെതിരെ അടുത്ത ആരോപണം. അങ്ങനെ മുൻപ് ഭാരവാഹികളായിരുന്ന ഇടവേള ബാബു, അതുപോലെ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ എതിരെയുള്ള ആരോപണം വരുമ്പോൾ ഇനിയും എന്ത് എന്നുള്ള വലിയ ചോദ്യം. അതിൽ ജഗദീഷിന്റെ അഭിപ്രായ ഭിന്നത അത് പരസ്യമായി തന്നെ സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ അദ്ദേഹം അത് പ്രകടമാക്കിയിരുന്നു. കൂടാതെ മുതിർന്ന താരങ്ങൾ, ഉർവശി ഉൾപ്പെടെയുള്ളവർ, ഒട്ടേറെ വനിതാ താരങ്ങൾ ഈ സംഘടനയിൽ നിലനിൽക്കുന്നത് എന്താണ്, ഒപ്പം തന്നെ ചലച്ചിത്ര മേഖലയിൽ തങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് എന്താണ്, കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുറന്നു പറയുന്നത്, ഇതെല്ലാം വനിതാ താരങ്ങൾ ഉൾപ്പെടെ പറയുന്നു. പുരുഷന്മാരും ഇതിന് പിന്തുണയുമായി എത്തുമ്പോൾ ഇനി എന്ത് എന്ന വലിയ ചോദ്യം ഈ സംഘടനയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. ജഗദീഷ് ഈ ഘട്ടത്തിൽ എടുത്ത നിലപാട് അന്നത് ശ്രദ്ധേയമായിരുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ ഭിന്നത അത് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നടക്കേണ്ടുന്ന യോഗം മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്ന് മാറ്റിവെച്ചു എന്നതായിരുന്നു ആദ്യ വിവരം. പക്ഷേ ഓൺലൈനായി തന്നെ യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് സംഘടന കടക്കുന്നു. മോഹൻലാൽ പങ്കെടുക്കുന്നു. അതിന് മുൻപ് നടന്ന കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ ജഗദീഷ് ഒരു നിലപാടെടുക്കുന്നു. ജഗദീഷിനൊപ്പം ഒട്ടേറെ വനിതാ താരങ്ങൾ, യുവതാരങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ച. അങ്ങനെ ഏറ്റവും ഒടുവിലായപ്പോൾ ഒരു വികാരഭരിതമായ രാജിക്കത്ത് എന്ന തരത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ. കാരണം ഇതിന്റെ അവസാന വരികൾ പരിശോധിച്ചാൽ തെറ്റിയതിനും തെറ്റു തിരുത്താൻ ശ്രമിച്ചതിനും വിമർശിച്ചതിനുമൊക്കെ നന്ദി എല്ലാവർക്കും എന്ന് പറയുന്നു. ഒപ്പം സംഘടനയുടെ കരുത്ത് കൂട്ടാൻ പറ്റിയ ഒരു പുതിയ നേതൃത്വം വരട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെയാണ് എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെച്ചിരിക്കുന്നത്. പ്രസിഡന്റ് രാജിവെച്ചു. നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. കാരണം മോഹൻലാൽ ഇന്നലെ തന്നെ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഫെഫ്ക ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി രാജിയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇന്ന് വീണ്ടും ചർച്ചകൾ നടന്നു. മമ്മൂട്ടിയുമായി തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ രാജിവെക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ഉയർന്നു വരുന്നത് ഉന്മേഷ്,
ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായി മുഴുവനായി 17 അംഗങ്ങളും രാജിവെച്ചതിൽ ഭിന്ന അഭിപ്രായവുമായി അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മോഹൻലാൽ രാജിവെക്കരുതായിരുന്നു എന്ന് പറയുന്ന അംഗങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ ജഗദീഷിനെതിരെ വരുന്ന ചിലരെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഇപ്പോൾ ഇത് ഒരു ഭരണസമിതി മുഴുവനായി രാജിവെക്കേണ്ടി വന്നതിന് ഉത്തരവാദിത്വം ജഗദീഷിനാണ് എന്ന് പറയുന്നു. ഇനി ആരായിരിക്കും നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതിൻ്റെ ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അതിൽ ഒരു വനിതാ നേതൃത്വത്തിലേക്ക് എത്തണം എന്നുള്ള ആവശ്യം ഉയർന്നു ആവശ്യം ശക്തമാവുന്നുണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ജോയ് മാത്യു മാധ്യമങ്ങളെ കണ്ടപ്പോൾ വനിതകൾ വരട്ടെ എന്ന് പറയുന്നു. സമാനമായ അഭിപ്രായ പ്രകടനം ഷമ്മി തിലകൻ നടത്തുന്നു. സോണിയ തിലകന്റെ ഭാഗത്ത് നിന്ന് ആഷിഖ് അബു തലമുറ മാറ്റം. അപ്പോൾ ഒരു വനിതാ നേതൃത്വം, വനിതാ ഭാരവാഹി അമ്മയ്ക്ക് അത് പ്രതീക്ഷിക്കാമോ പുതിയ ഭരണസമിതി അധികാരം ഏൽക്കുമ്പോൾ? അനുജ, അത് തന്നെയാണ്. ആ തരത്തിലേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെ തള്ളിക്കളയാൻ കഴിയില്ല ഉന്മേഷ്. അത്തരത്തിലേക്കുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതൊരു പാവയായി ഒരു വനിത അങ്ങനെ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് തലപ്പത്തേക്ക് ഇരിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന ചോദ്യമുണ്ട്. തീരുമാനങ്ങൾ കൃത്യമായി തന്നെ കർക്കശമായി നടപ്പാക്കാൻ, അഭിപ്രായം തുറന്നു പറയാൻ കഴിവുള്ള ഒരു സ്ത്രീ നേതൃത്വത്തിലേക്ക് വരണം. കൂടാതെ കൂടുതൽ അംഗങ്ങൾ, വനിതകൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വേണമെന്ന ആവശ്യം ഇതെല്ലാം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലേക്ക് എന്താകും ഇനി അമ്മയിൽ നടക്കാൻ പോകുന്നത് എന്നത് വളരെ നിർണായകമാണ്. ഇപ്പോൾ നിലവിൽ ഈ ഭരണസമിതി ഒന്നടങ്കം അതിൽ പലർക്കെതിരെയും ആരോപണങ്ങൾ വരുമ്പോൾ ഇനി മുഖം രക്ഷിക്കുക എന്നുള്ളത് കൂടി ഈ ഭരണസമിതിയുടെ ഒരു മുന്നിലുള്ള ആവശ്യം കൂടിയായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു കൂട്ടരാജി എന്നതിലേക്ക് എത്തിയത്. പക്ഷേ അതിൽ പല അംഗങ്ങളും അത് അറിഞ്ഞിട്ടില്ല. ചിലർക്ക് ഞെട്ടലുണ്ടാക്കി എന്ന പ്രതികരണം വരുമ്പോഴും ഇതൊരു ശുദ്ധികലശത്തിന് തുടക്കം ഇടുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നവരും ഒട്ടേറെ പേരുണ്ട്. 4.5 വർഷമായി സർക്കാർ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് തങ്ങൾ നേരിടുന്നത്? വനിതകൾ നേരിടുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ ലൈംഗിക ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നത് എന്താണ് എന്നത് വനിതകൾ പറഞ്ഞിരുന്നു. തെളിവുകളടക്കം സമർപ്പിച്ചിരുന്നു. പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ, വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ല എന്നതുൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ അവർ പരാതിയായി പറഞ്ഞിരുന്നു. ഇതെന്തെങ്കിലും സർക്കാർ ഇതിന്മേൽ നടപടിക്ക് ഈ തരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിലെങ്കിലും ഇതൊക്കെ എത്രയോ നന്നായി പോയേനെ എന്ന് പറയുന്നവരെ നമ്മൾ ഒട്ടേറെ പേരെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഭരണസമിതി 2 മാസം ആകുന്നതേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 1 മാസവും 26 ദിവസവും ആകുന്നതേ ഉള്ളൂ ചുമതലയേറ്റിട്ട്. അപ്പോൾ തന്നെ ഇത് ഒഴിയേണ്ടി വരുന്നു എന്നുള്ളത്, അതിൽ താൻ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആരോപണം ഉയർന്നു വരുന്നതിൽ തനിക്ക് അങ്ങേയറ്റം മനോവേദനയുണ്ട് എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. മോഹൻലാൽ വികാരാധീനനായിരുന്നു ഈ യോഗത്തിൽ എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ ഇത് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഒന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളല്ല. എത്രയോ നാളുകളായി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ പരിണിത ഫലമായി തന്നെയാണ് WCC എന്ന സംഘടന ഉണ്ടായതെന്ന് നമുക്കറിയാം. പിന്നീട് ഹേമ കമ്മിറ്റിയൊക്കെ കാര്യങ്ങൾ പഠിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് തന്നെ 4.5 വർഷം കഴിയുമ്പോഴും ഇതിപ്പോഴും ഈ തരത്തിലേക്ക് ഒരു നടപടിയും ഉണ്ടാകാതെയിരുന്നു. ഇപ്പോൾ അത് പുറത്തു വരാൻ, അതിന് എന്തൊക്കെ നടപടികളിലേക്ക് കടന്നതിന് ശേഷമാണ് റിപ്പോർട്ട് വെളിച്ചം കണ്ടത് എന്നതും നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ ആകെ ഒരു അഴിച്ചുപണിയിലേക്ക്, അതിൻ്റെ ഒരു ശുദ്ധികലശത്തിലേക്ക് വഴിയൊരുങ്ങുന്നുവെന്ന് ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്കുള്ളത്. പക്ഷേ സംഘടനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഇനി നേതൃത്വത്തിലേക്ക് ആര് വരും. 2 മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തരത്തിലേക്ക് ഒരു തരത്തിലും കറയില്ലാത്ത, കളങ്കമില്ലാത്തൊരു നേതൃത്വത്തെ തന്നെ അവിടെ ഇരുത്തേണ്ടത് ഈ സംഘടനയുടെ ആവശ്യമാണ്. അത് സിനിമാ മേഖലയുടെ അനിവാര്യതയുമാണ്. ഉന്മേഷ്, ശരി. അനുജ തുടരുക. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൂടി ചേർന്നുണ്ട്. വിഷ്ണു, അങ്ങനെ കൂടിയാലോചനകൾക്ക് പിന്നാലെ ഒരു കൂട്ടരാജിയിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്മ നേതൃത്വം. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് അനുജ സൂചിപ്പിക്കുകയുണ്ടായി. ഈ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനായി തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു കൂട്ടരാജി, കൂട്ടത്തോടെ സ്ഥാനമൊഴിയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നോ വിഷ്ണു? ഉന്മേഷ്, മോഹൻലാൽ ഇന്നലെ തന്നെ ഇക്കാര്യം രാജ്യസന്നദ്ധ ഇന്നലെ തന്നെ സംഘടനകളുമായി, മറ്റ് സംഘടനാ നേതാക്കളുമായും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുമായും മമ്മൂട്ടിയുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. അത് ശരിവെക്കുന്നതായിരുന്നു ഇന്ന് വൈകിട്ടോടെയുള്ള ആ രാജി. അമ്മയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ആക്രമിക്കപ്പെട്ട നടി ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചതോടുകൂടി തന്നെ സംഘടന ആർക്കൊപ്പമാണ് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. ഈ പരാതിപ്പെടുന്ന അതിജീവിതരെ ഒരു തരത്തിലും അവരെ ചേർത്ത് പിടിക്കാൻ സംഘടന തയ്യാറായിരുന്നില്ല. ആ ഇമെയിലുകൾ തുറന്നു നോക്കാൻ ഇതുവരെ സംഘടന തയ്യാറായിട്ടില്ല. ഇന്നലെയും സമാനമായ ഒരു പരാതി അമ്മക്കെതിരെ
ഉയർന്നു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന ഘട്ടത്തിൽ കഴിഞ്ഞ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് ആദ്യം പ്രതികരിച്ചത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടത് ഇല്ല എന്നാണ്. പിന്നീട് മാധ്യമങ്ങളടക്കം വലിയ സമ്മർദ്ദം പുലർത്തിയ ഘട്ടത്തിലാണ് ഞങ്ങൾ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് അദ്ദേഹം വന്ന് പറയുന്നത്. അതിനുശേഷം നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. എല്ലാ മേഖലയിലും സമാനമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് സിനിമാ മേഖലയിൽ മാത്രമായി പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല. എന്നിരുന്നാൽ പോലും ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടണം. ഈ ഹേമ കമ്മിറ്റിയിലെ അതിജീവിതർക്കൊപ്പമാണ് തങ്ങൾ എന്ന് ആർക്കോ വേണ്ടി പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ സിദ്ദിഖിനെതിരെ മീറ്റു ആരോപണം വരുന്നു. സിദ്ദിഖ് പടിയിറങ്ങുന്നു. സിദ്ദിഖ് പടിയിറങ്ങിയ ഘട്ടത്തിൽ ചുമതലയേറ്റു വരുന്ന ബാബുരാജിനെതിരെ ആരോപണം വരുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്നായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണം മാത്രമാണ്. അതിനു അപ്പുറത്തേക്ക് ആകെത്തുകയിൽ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ സംഘടനയിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിലൊക്കെ അമ്മ പരാജയപ്പെട്ടു എന്ന് ഈ സംഘടനയ്ക്കുള്ളിൽ ഒരു വിഭാഗം പരസ്യമായി രംഗത്തെത്തിയത് തന്നെയാണ് ഈ കൂട്ടരാജിയിലേക്ക് പോയത്. കടുത്ത അമർഷം അതിന് ഒരു കാരണമായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നം അത് പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് അടിവരയിട്ട് പറയാം. അമ്മക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പൃഥ്വിരാജും ജഗദീഷും ഉർവശിയും അതോടൊപ്പം തന്നെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിമത സമരം ഉയർത്തിയ എല്ലാവരും അക്കമിട്ട്, അത് വെറുതെ ഒരു പൊളിറ്റിക്കൽ ആരോപണമോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഭരണസമിതിക്ക് ഭരണം കിട്ടാത്തത് കൊണ്ടുള്ള അവരുടെ ഒരു കൊതിക്കറിവോ അങ്ങനെയൊന്നുമല്ല. കൃത്യമായി അവർ തങ്ങൾക്ക് അല്ലെങ്കിൽ എന്താണ് അമ്മയുടെ പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചത് എവിടെയൊക്കെയാണ് എന്ന് പോയിന്റ് ഔട്ട് ചെയ്താണ് പറഞ്ഞത്. നിങ്ങൾ അന്നൊന്ന് ആലോചിച്ച് നോക്കൂ, നടി ആക്രമിക്കപ്പെട്ട സംഭവം, ആ നടിക്കൊപ്പം കേരള സമൂഹം ഒന്നാകെ നിൽക്കുന്നു. അപ്പോഴും അവർക്ക് സ്വന്തം സംഘടനയിൽ നിന്ന് പിന്തുണ ലഭിക്കാതെ അവർ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ്. ലോകത്തെവിടെയെങ്കിലും കേൾക്കാത്ത അല്ലെങ്കിൽ കെട്ടുകഴിയാത്ത ഒന്നാണ്. അങ്ങനെ ഒരു സംഘടന, അങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായ സംഘടന, ജനാധിപത്യമില്ലാത്ത സംഘടന, അങ്ങനെയുള്ള ചീത്തപ്പേര് മാറ്റാൻ ഇനി അമ്മക്കാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. 2 മാസത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. ആൺമക്കളുടെ മാത്രം അമ്മയല്ല, അതിജീവിതരുടെ കൂടി അമ്മയാണ് എന്ന് തെളിയിക്കേണ്ട ചുമതലയിലേക്ക് അമ്മ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, വിഷ്ണു തുടരുക. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകി.